എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല രുചിയിലുമുള്ളൊരു പുഡിങ്ങാണ്. പാർട്ടിക്കൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. പകുതി പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ പൈനാപ്പിൾ ഫ്ലേവറിലാണ് ഇന്ന് പുഡിങ് തയ്യാറാക്കിയെടുക്കുന്നത്. ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇപ്പം നന്നായിട്ട് പൈനാപ്പിളും പഞ്ചസാരയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം നമുക്ക്. ഇനി നമുക്ക് പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 6 ബ്രെഡ് സ്ലൈസസ് ആണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ബ്രെഡാണ്. അതിൻ്റെ അരിക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. വെള്ള ഭാഗം വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മിൽക്ക് ബ്രെഡോ ഏത് ബ്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. മധുരമുള്ള ബ്രെഡ് എടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പാലാണ് എടുക്കുന്നത്. തിളപ്പിച്ചാറിയ പാലാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ബ്രെഡ് നമ്മളിതിൽ മുക്കിയിട്ടാണ് ലെയർ ചെയ്തെടുക്കാൻ പോകുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനി നമ്മളൊരു 300 മില്ലി വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കിട്ടുന്ന വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത് മധുരമില്ലാത്തതാണ്. അപ്പം ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മൾ ഐസ്ക്രീമിനൊക്കെ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. മീഡിയം സ്പീഡിലിട്ടാണ്. നമ്മളിനി ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊരു പൈനാപ്പിൾ പുഡിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പൈനാപ്പിൾ എസൻസാണ് ചേർക്കുന്നത്. ഒരുപാടങ്ങ് സ്റ്റിഫ് പീക്സ് വരണ്ട. അതിന് തൊട്ട് താഴെയുള്ള ഒരു പരുവത്തിൽ നമുക്കിത് വിപ്പിങ് നിർത്താം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് വിപ്പ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് പൈനാപ്പിളൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. 2 സ്പൂണൊന്ന് മാറ്റി വെക്കുക. പൈനാപ്പിൾ ഒട്ടും തന്നെ വെള്ളമയം പാടില്ല. നന്നായിട്ട് തണുത്തിരിക്കുന്ന പൈനാപ്പിൾ വേണം വിപ്പിംഗ് ക്രീമിലേക്ക് ചേർക്കാനായിട്ട്. ഇനി ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും അതുപോലെ തന്നെ ട്യൂട്ടി ഫ്രൂട്ടിയോ ചെറിയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. നമ്മളിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ ചെറിയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ക്രീമിൽ വന്നിട്ട് നല്ലൊരു പൈനാപ്പിൾ ഫ്ലേവറാണ്. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ പൈനാപ്പിളും കടിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അവസാനം ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ബ്രെഡൊക്കെ ഒന്ന് സോക്ക് ചെയ്തിട്ട് പുഡിംഗ് ട്രേയിലേക്കൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലും മിൽക്ക് മെയ്ഡും കൂടെയുള്ള മിക്സിൽ ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ പുഡിംഗ് ട്രേയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ക്രീമിൻ്റെ പകുതി നമ്മളൊന്ന് ഇതിൻ്റെ മുകളിലായിട്ടിട്ട് കൊടുത്തിട്ട് ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല മധുരമുള്ള പൈനാപ്പിളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അതിന് മുകളിലായിട്ട് അടുത്ത ബ്രെഡ് ലെയറും കൂടെ വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള ക്രീമും കൂടി ഒന്ന് ലെയർ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ നേരത്തെ കുറച്ച് പൈനാപ്പിൾ കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് ചെറി കൂടി ഇട്ടിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 6 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെച്ചിട്ട് അത് സെർവ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്തതിന് ശേഷം നോർമൽ ഫ്രിഡ്ജിൽ വെച്ച് നമ്മളിപ്പം ഒരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇഷ്ടാനുസരണം കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ പാർട്ടിയിലൊക്കെ വിളമ്പാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നിങ്ങളിന്ന് കണ്ടത്. അപ്പോൾ ഈസ്റ്ററിനും ഇഫ്താറിനും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്